പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, സഹവിശ്വാസികളെ, ഏവർക്കും വന്ദനം. ഈ വീഡിയോയിൽ ഡോക്ടർ ജോൺ പൊന്നാട്ട് എന്ന് പറയുന്ന സുഹൃത്ത് അയച്ച ഒരു മെസ്സേജ്, അതിനോട് സത്യസന്ധമായ തുറന്ന മനസ്സോടെ പ്രതികരിക്കുക എന്നതാണ് ലക്ഷ്യം. ജോൺ ഇംഗ്ലീഷിലാണ് പ്രതികരണം എഴുതിയിരിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിനും മലയാളം അറിയാം എന്നതുകൊണ്ടും ഇതിൻ്റെ ഉള്ളടക്കം കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും ബാധകമാണ്, അതെനിക്കും ബാധകമാണ്. ഇതെല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് എന്നതുകൊണ്ടും ഞാൻ ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ ഈ വീഡിയോ ചെയ്യുകയാണ്. അതിന് മുൻപേ ഞാൻ ജോണിനോട് ക്ഷമാപണം ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് വായിച്ചിട്ട് അതിനോടുള്ള എൻ്റെ പ്രതികരണം നിങ്ങളെ അറിയിക്കട്ടെ. ഡിയർ റെസ്പെക്റ്റഡ് അച്ഛൻ, I could understand your feelings and emotions very well. I have always enjoyed your messages in Christ Church, which were very lively. I'm sorry to learn about your bad experiences from this church. But one thing I don't understand, and that is this. Achan, is your commitment to CSI Madhya Kerala Diocese and Christ Church dependent entirely on the attitude of one Achan or even one bishop? You are a well-known person among the Christian community and you have the ability to change the situation where matters are going wrong. My opinion is that you should have continued in the church and without offending or abusing anyone, could have fought and changed the whole sleepy atmosphere of our church. We miss you very much, Dr. John Ponnatt. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഞാൻ വളരെ വിലമതിക്കും എന്നത് നിങ്ങൾക്ക് അറിയാം. കാരണം ഈ വാക്കുകളുടെ പുറകിൽ വർത്തിക്കുന്ന നല്ല ഉദ്ദേശത്തെ ബഹുമാനിക്കാതിരിക്കാൻ എനിക്കോ ആർക്കുമോ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ഉള്ളടക്കത്തോടുള്ള എൻ്റെ പ്രതികരണത്തിലേക്ക് കടക്കാം. അദ്ദേഹം ആദ്യം പറയുന്നത്, ക്രൈസ്റ്റ് ചർച്ചിലെ അംഗത്വത്തിൽ ഞാൻ ഇരുന്ന കാലത്ത് എനിക്ക് സഹിക്കേണ്ടി വന്ന അനുഭവങ്ങളെ പറ്റി അദ്ദേഹത്തിന് വ്യക്തിപരമായ ദുഃഖമുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ ക്രൈസ്റ്റ് ചർച്ചിൽ ചില ഞായറാഴ്ചകളിലൊക്കെ വചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായ ഒരു അനുഭവമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഈ കാലത്ത് ആരിൽ നിന്നും കേൾക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ വളരെ അപൂർവമാണ് എന്നതുകൊണ്ട് തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനിയുമാണ് എനിക്ക് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ, ഓരോ വാചകങ്ങൾ എടുത്ത് അതിനോട് പ്രതികരണം അറിയിക്കുകയാണ്. I am sorry to learn about your bad experiences in this church, but one thing I don't understand. അതിനെപ്പറ്റി പറയാം. Is your commitment to CSI Madhya Kerala Diocese and Christ Church dependent entirely on the attitude of one Achan or bishop? നിങ്ങൾക്ക് മധ്യ കേരള ഡയസസിനോടും ക്രൈസ്റ്റ് ചർച്ചിനോടുമുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഒരു പുരോഹിതനിലോ ഒരു മെത്രാനിലോ മാത്രം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ പരിമിതപ്പെട്ടിരിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അതിന് യാതൊരു സംശയമില്ല. എന്നാൽ എനിക്ക് അവരോടും പറയാനുള്ളത്, ഈ പ്രശ്നം ക്രൈസ്റ്റ് ചർച്ചിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ സഭകളിലും, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യ കേരള ഡയസസിലെ എല്ലാ സഭകളിലും, മാത്രമല്ല ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ എല്ലാ ഡയസസിലെ എല്ലാ സഭകളിലുമുള്ള പ്രശ്നമാണ്. സഭകളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്താണ്? ഒരു പുരോഹിതൻ ഒരു സഭയുടെ ചാർജ് എടുത്താൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന മിടുക്കുള്ള ആളുകൾ, ഇപ്പോൾ C.Y. തോമസിനെ പോലെയുള്ള മിടുക്കുള്ള ആളുകൾ ആ സഭയിലെ കുഞ്ഞാടുകളെ രണ്ടായി വളരെ സാമർഥ്യത്തോടെ ആരും അറിയാത്ത വിധത്തിൽ അങ്ങ് വിഭജിച്ച് അതിലേറ്റവും ശക്തിയുള്ള പണം കൊണ്ടും അല്ലാതെ അംഗസംഖ്യ കൊണ്ടും ബലമുള്ള കൂട്ടത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ഈ വിള്ളൽ കൊണ്ട് മുതലെടുക്കുകയും ചെയ്യുന്ന ഒരു തരിപ്പ് ഉണ്ട് എന്നത്
ആരും അറിയാൻ വയ്യ എന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെ സഭകളിൽ സ്ഥിതി ചെയ്ത രാഷ്ട്രീയം, ഈ ഡിവൈഡ് ആൻഡ് റൂൾ രാഷ്ട്രീയം തന്നെയാണ്. അതിൽ പൈശാചികമായ മർമ്മമുണ്ട് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്താണ് കഴിയാത്തത്? അപ്പോൾ ഇതൊരു മെത്രാൻ്റെയോ ഒരു പുരോഹിതൻ്റെയോ പ്രശ്നമല്ല. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, സഭയുടെ ആകമാനമായ വ്യവസ്ഥിതിയെപ്പറ്റി എനിക്ക് ഗണ്യമായ പ്രതിഷേധമുണ്ട്. ഒരു ഉദാഹരണം പറയാം. 1000 കാര്യങ്ങൾ പറയാനുണ്ട്. ഉദാഹരണം ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പം മധ്യ ഡയസിസിലെ ബിഷപ്സ് ഇലക്ഷൻ ഒന്ന് എടുത്തു നോക്ക്. എങ്ങനെയാണ് നമ്മുടെ ബിഷപ്പന്മാരെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നിയമിക്കുന്നത്? അവിടെ ഏത് യോഗ്യത വെച്ചിട്ടാണ് ഒരാളെ ബിഷപ്പാക്കുന്നത്? ആരാണ് ഈ സ്ഥാനത്തേക്ക് വലിഞ്ഞ് കയറി വരുന്നത്? ഇത് ഒരു സഭയുടെ ആകമാനമായ ആത്മീകമായ ആരോഗ്യത്തെയും അതിൻ്റെ അസ്തിത്വത്തെയും ഏറ്റവും കാര്യക്ഷമതയോടെ നോക്കുവാൻ ചുമതലയേക്കുന്നൊരു വ്യക്തിക്ക് വേണ്ട ഗുണവിശേഷങ്ങൾ എന്താണ് എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടാണോ ഈ മെത്രാൻ സ്ഥാനത്തേക്ക് ഒരാളെ കയറ്റി വെക്കുന്നത്? ഞാൻ ഈ കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മധ്യ കേരള ഡയസിസിലെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിയും കുറഞ്ഞ പക്ഷം ഒരു 2 കോടി 3 കോടി 5 കോടി രൂപ ചെലവാക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ രൂപ ചെലവാക്കുന്ന ആളാണ് വിജയിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് മണമുണ്ട്, ഗുണമുണ്ട് എന്നാരും ചിന്തിക്കാറില്ല. പിന്നെ ആരാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്? അത് ചില ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കുത്തക അവകാശമാണ്. ഇലക്ഷൻ പ്രക്രിയ കഴിഞ്ഞ ഒരാളെ നിയമിച്ച് കഴിഞ്ഞ ശേഷവും പിന്നെ മോഡറേറ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ പേന ചലിക്കുകയുള്ളൂ. പിന്നെ ഇത് മുഴുവൻ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ് എന്ന പരിശുദ്ധാത്മാവിന്റെ പേരിൽ പച്ച കള്ളം പറയുന്ന ഒരാഭാസത്തരവും ഇതിനകത്തുണ്ട്. അങ്ങനെ ഗണ്യമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരുത്തൻ മെത്രാനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം ചെലവാക്കിയ തുകയും അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. അത് തന്നെയാണ് നാം കണ്ടുവരുന്നത് എന്ന് മാത്രവുമല്ല, അത് സാധ്യമാക്കേണ്ടതിന് ഡയസിസിൻ്റെ മറ്റ് ഭാരവാഹികൾ, ഇപ്പോൾ സെക്രട്ടറി ആണെങ്കിലും പ്രത്യേകിച്ച് ട്രഷറർ ആണെങ്കിലും അല്ലെങ്കിൽ രജിസ്ട്രാർ ആണെങ്കിലും അങ്ങനെയുള്ള തസ്തികകളിൽ വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മെത്രാൻ അനുഗ്രഹത്തോടെ ആക്കി വെക്കുന്ന ആളുകൾ ഈ പൈശാചികമായ പ്രവൃത്തിക്ക് കണ്ണുമടച്ച് കൈത്താങ്ങൽ നൽകുന്നവരെ മാത്രമായിരിക്കും. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ഇങ്ങനെയുള്ള തസ്തികൾ ഇരിക്കാൻ ഒരു മെത്രാനും സമ്മതിക്കുകയില്ല. നമ്മുടെ ഇപ്പോഴത്തെ വ്യവസ്ഥതയിൽ ആരെങ്കിലും സത്യസന്ധമായി പ്രവർത്തിച്ചാൽ അത് അവൻ്റെ അയോഗ്യതയാണ്. അങ്ങനെയുള്ള ആർക്കും ഇതിനകത്ത് പ്രവേശിക്കാൻ അവസരവോ അനുവാദമോ ഉണ്ടാകുകയില്ല. ഇത് നിങ്ങൾക്കറിയാൻ വയ്യാഞ്ഞിട്ടാണോ? ഞാൻ ചോദിക്കുകയാണ്. ഇത് തന്നെ ഞാൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിൽ ഇതിനേക്കാൾ കൂടുതലായി കണ്ടിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ മനസ്സ് പൊടിയുകയാണ്. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. ചെയ്യുന്നതൊന്ന്, പറയുന്നത് മറ്റൊന്ന്, പറയുന്നതൊന്ന്, ചെയ്യുന്നതിന് ഘടകവിരുദ്ധം. ഇത് എത്ര നാൾ സഹിച്ചു നിൽക്കണം? ഇതൊന്നുമല്ല. അങ്ങനെ ആയത് മാത്രവുമല്ല, എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ദൈവം ദൈവത്തിന്റെ മനവാട്ടി സഭ, കേരളത്തിൽ സഭ എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, ചവ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഞാനത് ഉപയോഗിക്കാറില്ല. പക്ഷേ പൊതുവായി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സഭ എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, ചവ എന്ന വാക്കാണ്. കാരണം ജനം അത്രമാത്രം ഇങ്ങനെയുള്ള ആഭാസരത്തെ കണ്ട് ശ്വാസം മുട്ടിയിട്ടാണ് ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ പ്രീതി ആർജിക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. എൻ്റെ ഏറ്റവും വലിയ വേദന എന്താ ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ഈ ക്രമീകരണം കൊണ്ട് ക്രിസ്തീയ സമൂഹം വളരെ പെട്ടെന്ന് അധപ്പതിച്ച് പോകുകയാണ്. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടിവിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് ചിന്തയില്ലാത്തത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനികളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, നമ്പുന്നുണ്ട്? ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്ന വിശ്വസനീയത, നമുക്കുണ്ടായിരുന്ന റെസ്പെക്റ്റബിലിറ്റി, നമുക്കുണ്ടായിരുന്ന സോഷ്യൽ ഐഡൻറ്റിറ്റി ഇപ്പോഴുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആരെങ്കിലും
ഒരു മെത്രാനെ പറ്റിയോ ഒരു വിശ്വാസിയെ പറ്റിയോ അക്രൈസ്തവരായ വ്യക്തികൾ ഇന്ന് ബഹുമാനത്തോടുകൂടെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഒരു ഇമേജും അംഗീകാരവും ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആളുകൾ പറയും മലന്ന് കിടന്നതിനകത്ത് ഉപ്പുന്നതെന്ന് പറയും. ഈ ഉള്ള കാര്യം അതുപോലെ പറയുമ്പോൾ അതെങ്ങനെയാണ് മലന്ന് കിടന്ന് തുപ്പുന്നതാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന ഏക സങ്കല്പം ഏത് അധർമ്മവും ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ അധർമ്മം ചെയ്തു, ഇന്ന അധർമ്മം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതാരും പൊറുക്കാത്ത വലിയ അപരാധമാണ്. ഇതിനോട് യോജിക്കാൻ എനിക്ക് ഇമ്മിണി പ്രയാസമുണ്ട്. ഇത് ഒരു സഭയുടെ മാത്രം പ്രശ്നമല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. എനിക്ക് ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിൽ അടിക്കടി ഇപ്രകാരമുള്ള അനുഭവം ഉണ്ടായി. ഞാൻ എന്തിനാണ് ഈ അപമാനം സഹിക്കുന്നത്? ഞാൻ ഈ അപമാനം സഹിച്ചാൽ ആർക്കാണ് പ്രയോജനം? അതിനേക്കാൾ ഏറ്റവും കൂടുതലായി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ എനിക്കോ നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ അപമാനവും ധിക്കാരവും സഹിക്കേണ്ടി വരുമ്പോൾ അതിന് ഒരു പ്രതിവിധി കണ്ടെത്താൻ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ക്രമീകരണമുണ്ടോ? ഈസ് ദെയർ എ ഫോറം? എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ അപമാനിതനാണ്, എൻ്റെ ചങ്ക് പൊട്ടിച്ചു എന്ന് പറയാനൊരു ഫോറമുണ്ടോ? ഒരിക്കലുമില്ല. അതേസമയം എന്ത് സംഭവിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ക്രൈസ്റ്റ് ചർച്ചിൽ ഇങ്ങനെ സംഭവിച്ച ശേഷം ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ എനിക്കെതിരെ വലിയൊരു കുപ്രചരണം CY തോമസ് അഴിച്ചുവിട്ടു എന്നത് സത്യമാണ്. ആ കാലത്ത് ഞാൻ ഡയസസൻ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. കോട്ടയം കൺവെൻഷനിൽ പോലും ഞാൻ നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും ആളുകൾ എന്നോട് ചോദിക്കും, അവരെങ്ങനെയാണ് ഇതറിഞ്ഞത്? ഞാൻ ഒരു വാക്ക് പോലും പറയാതെ ആരോടും ഉരിയാടാതിരുന്നപ്പോൾ ഡയസസിലെ എല്ലാ പട്ടക്കാരും ഭാരവാഹികളും ഇതറിഞ്ഞത് എങ്ങനെയാണ്? എനിക്കെതിരെ കുപ്രചരണം നടത്തിയിട്ടാണ്. തൽഫലമായി ഞാനൊരു വഴക്കാളിയാണെന്നും ഡയസസിൻ്റെ ഒരു അപകടമാണെന്നുള്ള മുദ്ര കുത്തപ്പെട്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പുരോഹിത വർഗം എക്കാലത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധം അവർക്ക് അത് ഇഷ്ടമില്ലാത്ത ആളുകളെ തേജോവധം ചെയ്യുകയും അവരെ അപകടകാരികളാണെന്ന് ചാപ്പ കുത്തുകയുമാണ്. അത് സുവിശേഷത്തിലുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ അനുദിനം പ്രാപിച്ച ജനം അവസാനം അവനെ കൊല്ലുക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പുരോഹിതർ അവരെ സ്വാധീനിച്ചിട്ടാണ്. അത് തന്നെ ഇപ്പോഴും നടക്കുകയാണ്. അത് തന്നെ ഇപ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മനസാക്ഷി എന്നൊരു കാര്യം തൊട്ട് തേക്കാതെ ഇപ്പോഴും തന്നെ നടക്കുകയാണ്. അപ്പം എവിടെ പോയാലും എന്നെ ആളുകൾ കാണുമ്പോൾ അവനോട് കടിക്കുന്ന പട്ടിയാണ് എന്ന വിധത്തിലാണ് പെരുമാറുന്നത്. അതാണ് എൻ്റെ അനുഭവം. അവിടെ ഒരു സഭയിൽ മാത്രം ഞാൻ അനുഭവിച്ചെന്ന് പറയുന്നത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. എല്ലാവരും പ്രത്യേകിച്ച് പുരോഹിതന്മാർ ആകമാനം എന്നെ വളരെ സംശയത്തോടും അവജ്ഞയോടും കൂടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതും അല്ല എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രമീകരണത്തിൽ കൂടെ നമുക്ക് എന്തെങ്കിലും നന്മയോ സാധ്യതയോ ഉണ്ടെങ്കിൽ നാമ്പ് നുള്ളിക്കളയുന്ന ക്രമീകരണമാണ്. ഇത് അപകടമാണ്, അപകടമാണ്. നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകും. ഞാൻ ആജീവനാന്തം യുവതി യുവാക്കന്മാർക്ക് സേവനം ചെയ്ത വ്യക്തിയാണ്. ഞാൻ അവരോട് വളരെ അടുത്ത് അവരുടെ ഓരോ പ്രശ്നങ്ങളും കേൾക്കാനായി സമയം കണ്ടെത്തിയിരുന്നു. കുറഞ്ഞ പക്ഷം ഒരു 9,000 ക്രിസ്ത്യൻ യുവതി യുവാക്കന്മാരെ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ അഡ്മിഷൻ സംബന്ധമായി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്? ഒത്തിരി പേര് പറഞ്ഞ് ഞങ്ങൾ പോകാറില്ല. പോകുന്നത് ഞങ്ങൾക്ക് അത്രമാത്രം പ്രയാസമാണ്, ബോറടിയാണ് എന്ന് പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം നിങ്ങൾ കേട്ടോ? ആ പ്രസംഗം കേട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങളുടെ മനസ്സങ്ങ് ഓഫാക്കി എന്നവർ പറയും. കാരണം എന്താണെന്ന് ചോദിക്കും, അവർ പറയും ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധമുള്ള ഒന്നും അവർക്ക് പറയാനില്ല. അതുകൊണ്ട് ആരെങ്കിലും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പുൽപ്പറ്റിൽ കയറിയാൽ ഞങ്ങളുടെ മനസ്സങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ചിന്തയുണ്ടോ? അപ്പോൾ ഈ ഒരു മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത ഈ ക്രമീകരണം, പിന്നെ ഇവിടെ മുഴുവനും പണക്കൊതിയും ആ പണക്കൊതി ഉണ്ടാക്കുന്ന വിവിധമായ മൃഗീയമായ ചിന്തകളും വ്യവഹാരങ്ങളും, ഇതുകൊണ്ട് മനുഷ്യർക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. എല്ലാവരും മറ്റു നിവൃത്തിയും പോംവഴിയും ഇല്ലാത്തതുകൊണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ചിലരൊക്കെ വെളിയിലോട്ട് വരുന്നുമുണ്ട്. എന്നിട്ടും ഇതിനകത്തെ പ്രശ്നം എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
മധ്യകേരള ഡയസിസിലുണ്ടോ? ഏതെങ്കിലും സഭയിലുണ്ടോ? എന്താണ് ഇല്ലാത്തത്? കാരണം നമുക്ക് അപ്രകാരം ചിന്തിക്കാനുള്ള നട്ടല്ലില്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും, മെത്താനെ കാണുമ്പോൾ മുണ്ട് നനയും. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ അടിമകളായിപ്പോയി. ഇത് കണ്ട് സഹിക്കാൻ വയ്യ. മരിച്ചാലും എനിക്ക് സഹിക്കാൻ വയ്യ. ഇത് ഒരു വിധത്തിലും ക്രിസ്തുവിൻ്റെ നാമത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കാത്ത, ആരും തുനിയരുതാത്ത ഏറ്റവും അധപ്പതിച്ച ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഭീകരത്വം ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ മറ്റൊരു മാർഗം എനിക്കില്ലാതെ പോയി. വേണ്ട, ഞാൻ ഈ സഭ വിട്ടുപോകരുതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ സഭയിൽ പോകാതെ, ഞാൻ അങ്ങനത്തെ ഒന്നും രേഖാമൂലം ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ സഭയിൽ പോകാതിരുന്നു. ഈ സഭയിൽ നിന്നൊരു പുരോഹിതനോ ഒരു അയ്മേനിയോ ഒരു കമ്മിറ്റി അംഗമോ എന്നെ ഇന്ന് വരെ സന്ദർശിച്ചിട്ടില്ല. ഞാനവിടെ നിന്ന് വിട്ടുപോകുന്നത് വലിയ ആഹ്ലാദമാണ് എന്ന വിധത്തിലാണ്. ഇതൊന്നും ജോൺ പൊന്നാട്ടിന് അറിഞ്ഞുകൂടാ, പലർക്കും അറിഞ്ഞുകൂടാ. അഭിമാനത്തോടുകൂടെ നമുക്ക് പങ്കെടുക്കാവുന്ന ഒരവസ്ഥ ഇപ്പോൾ എത്ര പള്ളികളിലുണ്ട് എന്ന് ദയവായി നിങ്ങൾ ചിന്തിക്കണം. അഭിമാനമില്ലാത്തവർക്ക് പ്രശ്നമില്ല. മാത്രവുമല്ല, ഞായറാഴ്ച അവിടെ പോയി അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടു വായടച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നവർക്കും പ്രശ്നമില്ല. അതേസമയം എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചമായ അവസ്ഥയിലേക്ക് വരാം, ജനങ്ങൾക്ക് നന്മ ഇതുകൊണ്ട് വരാം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തലയിൽ കൊട്ടുവടി കൊണ്ട് അടി കിട്ടും. അതാണ് നമ്മുടെ അവസ്ഥ. ഇത് ഒരു മാഫിയയാണ്. കണ്ണ് തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനും ധൈര്യമുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ജോൺ പൊന്നാട്ടിനോടും അതുപോലെ സതുദ്ദേശമുള്ള ആളോടും ഞാൻ പറയുന്നത്, ഞാൻ 40 വർഷത്തിൽ പരം സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു നവീകരണത്തിന് വേണ്ടി ശ്രമിച്ച ആളാണ്. അല്ലാതെ മെത്രാന്മാരുടെ മൂട് താങ്ങിയും അവസരവാദിയായിട്ട് ഞാൻ ഇന്ന് വരെ നിന്നിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്രാനോട് ചോദിക്കണം, ഞാനൊരു അവസരത്തിന് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എന്നെ ഏതെങ്കിലും ഒരു കൺവെൻഷന് വിളിക്കണം, എനിക്കൊരു വേദി തരണം, ഏതെങ്കിലും ഒരു മെത്രാനോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായി ഞാൻ നിശബ്ദത പാലിക്കാം. ഏതെങ്കിലും ഒരു മെത്രാൻ പറയട്ടെ, എനിക്ക് ഇന്ന അവസരം തരണം, എന്നെ മാരാമെന്ന് വിളിക്കണം, എന്നെ കോട്ടയത്ത് വിളിക്കണം, എന്നെ കൊട്ടാരക്കര വിളിക്കണം. ഞാൻ ആരോടെങ്കിലും പറഞ്ഞു ഏതെങ്കിലും ഒരു മെത്രാൻ പറയാൻ കഴിയും? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇതൊന്നും എൻ്റെ പ്ലാനും പദ്ധതിയുമല്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ജനം ഈ രാജ്യത്തിൻ്റെ വെളിച്ചമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവർ വളരണമെന്ന്, അവർ മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ പ്രഭ ഈ രാജ്യത്ത് പടർത്തണമെന്ന്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദേശത്തിന് അവർ അനുഗ്രഹമായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ദാഹമുണ്ട്. അതിൻ്റെ ഘടകവിരുദ്ധമായി എല്ലാം പ്രവർത്തിക്കുമ്പോൾ ചങ്ക് പൊടിയുന്നു. അതുകൊണ്ടാണ്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ചരിത്രം വളരെ ശ്രദ്ധയോടെ വായിച്ച് പഠിച്ച വ്യക്തിയാണ്. ഞാൻ ചുമ്മാ എടുത്ത് ചാടുന്ന വ്യക്തിയല്ല. ഞാൻ ചരിത്രം, പ്രത്യേകിച്ച് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. അതായത് ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സഭയുടെയും ഉള്ളിൽ നിന്ന് ആ സഭയെ ആർക്കും നന്നാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഉദാഹരണം പറയാനപ്പോൾ യേശുവിനെ കൊണ്ട് കഴിഞ്ഞില്ല. യേശുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? യഹൂദ മത സംവിധാനത്തെ കുറച്ചുകൂടി ദൈവീകമാക്കുക, മനുഷ്യത്വത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലാക്കി തീർക്കുക. താൻ എന്ത് പറ്റി? അവനെ ക്രൂശിൽ കൊണ്ട് തറച്ചു. ആരാണ് ക്രൂശിൽ കൊണ്ട് തറച്ചത്? പുരോഹിതവർഗമാണ്. മഹാപുരോഹിതന്റെ സാരഥ്യത്തിലാണെന്ന് പറയും. ഇതിന് മാറ്റം വരികയില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവസാനമായി ഞാൻ കണ്ടെത്തിയതാണ്, അറിയാവുന്ന സത്യം വല്ല വിധേനയും ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കാൻ എന്താണ് മാർഗം. അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ 4 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന യൂട്യൂബ് സംഗമം ആരംഭിക്കും. അങ്ങനെ സത്യം വിളിച്ചു പറയണമെങ്കിൽ, ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി ഞാൻ നിർത്താൻ പോവുകയാണ്. അങ്ങനെ സത്യം വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു സഭയുടെ ഉള്ളിലില്ല. ഞാൻ സഭയുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുഞ്ഞാടായിട്ട് നിന്ന് ഈ ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. CY തോമസ് അച്ഛൻ എന്നോട് പറഞ്ഞതുപോലെ സഭയുടെ കുഞ്ഞാടായിട്ട് നടക്കാൻ പഠിക്കണം എന്നോട് പറഞ്ഞില്ലേ?
അങ്ങനെ സഭയുടെ കുഞ്ഞാടായിട്ട് നടക്കാൻ പഠിച്ചിട്ട് ഈ ദൗത്യം എനിക്ക് നിർവഹിക്കാൻ സാധ്യമല്ല. നിങ്ങൾ യഹൂദ മതത്തിൻ്റെ ചരിത്രം നോക്കുക. ഏതെങ്കിലും പ്രവാചകനെ പുരോഹിത വർഗത്തിൻ്റെ ഉള്ളിലേക്ക് കാലുകുത്താൻ അവർ സമ്മതിച്ചിട്ടുണ്ടോ? യേശു തന്നെ പറഞ്ഞില്ലേ, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട്. അതിനൊരു മാറ്റം വരികയല്ല. എവിടെയൊക്കെ പുരോഹിത വർഗം മേൽക്കോയ്മ എന്താണ് അനുഭവിക്കുന്നുവോ, അപ്രമാദിത്വം വെച്ച് പുലർത്തുന്നുവോ, അവിടെ ഒന്നും അവരുടെ താല്പര്യത്തിന് ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യത്യാസം വരുത്തുന്ന ആരെയും ഒരു പൊറുക്കയില്ല. 2 നാൾ കാലുകുത്തി നിൽക്കാൻ അവർ സമ്മതിക്കുകയില്ല. യേശുവിനെ ക്രൂശീകരിച്ച വർഗം ഈ ഏഴയും പാപിയുമായ എന്നെ സഹിക്കും എന്ന് വിശ്വസിക്കണമെങ്കിൽ എനിക്ക് മുഴുവൻ ഭ്രാന്തുണ്ടായിരിക്കും. എനിക്ക് നന്നേ ബോധ്യമുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഇമ്മാനുവൽ കാന്ത് എഴുതിയ ഒരു നല്ല ലേഖനമുണ്ട്. അതിൽ യൂറോപ്പിൽ മുഴുവനും പ്രസിദ്ധമാണ്, പിന്നെ ഇന്ത്യയിലും വായിക്കാൻ താല്പര്യമുള്ളവരുടെ അത് പ്രസിദ്ധമാണ്. ദ മീനിങ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്നാണ് ആ ലേഖനത്തിൻ്റെ ശീർഷകം. ദ മീനിങ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. വളരെ മനോഹരമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലേഖനമാണ്. ഇമ്മാനുവൽ കാന്ത്, KANT. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, നിങ്ങൾക്ക് യുക്തിസഹജമായി ചിന്തിക്കുകയും സാമാന്യ ബുദ്ധിക്കനുസരിച്ച് നിലപാടുകളെടുക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ അംഗമായിരിക്കുന്നത് അതിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയണം. നിങ്ങൾ അതിൽ ഉൾപ്പെട്ടു നിൽക്കുകയും അതിൻ്റെ സ്വഭാവത്തിനെതിരെ പൊതുരംഗത്ത് വന്ന് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് ഉൾക്കൊണ്ടു. ശ്രദ്ധിക്കുക, ഇമ്മാനുവൽ കാന്ത്, ദ മീനിങ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. നിങ്ങൾക്ക് നെറ്റിൽ നിന്നെടുത്ത് വായിക്കാം. മനോഹരമായ ഒരു ചെറിയ ലേഖനമാണ്. വാട്ട് ദ മീനിങ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. അദ്ദേഹം പറയുന്നത്, യുക്തി അനുസരിച്ച്, അക്കോർഡിംഗ് ടു റീസൺ, മനുഷ്യരാശിയോടുള്ള കടമയിൽ എല്ലാ സാഹചര്യങ്ങളും പ്രവർത്തിക്കുവാനും എല്ലാറ്റിനോടും പ്രതികരിക്കാനുള്ള കടമ മനുഷ്യനുണ്ട്. എന്നാൽ അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സംവിധാനത്തിൻ്റെ അച്ചടക്കം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ല, സത്യം വിളിച്ചു പറയുവാൻ അത്രമാത്രം ഉൾദാഹമുണ്ടെങ്കിൽ അതിൽ നിന്ന് വെളിയിൽ വരണം എന്ന് അദ്ദേഹം പറയുന്നു. ഞാനതിനോട് 100% യോജിക്കാം. ഞാൻ CSI സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ വചന സത്യങ്ങൾ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങൾ തെക്കും പക്കും നോക്കാതെ, പുറകോട്ടും മുമ്പോട്ടും നോക്കാതെ ഉള്ള കാര്യം അതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ജീവനേക്കാൾ വിലമതിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനമായി വെളിയിൽ വരാൻ താല്പര്യപ്പെട്ടത്. ആ നിശ്ചയം, താല്പര്യമല്ല, ആ നിശ്ചയം. അപ്പോൾ ഡോക്ടർ ജോൺ പൊന്നാട്ട് പറയുന്നത് പോലെ CSI സഭയെ അല്ലെങ്കിൽ മധ്യ കേരള ഡയസസിനെ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിനെ നന്നാക്കാൻ ഈ ഉള്ളവനെ കൊണ്ട് സാധ്യമല്ല എന്ന് 100% എനിക്ക് ബോധ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞാൻ അവിടെ ആയിരിക്കുന്ന കാലത്തോളം അനാവശ്യമായി പരിശുദ്ധന്മാരുടെ വായിൽ കിടക്കുന്ന മലം എൻ്റെ മുഖത്ത് വീഴരുത് എന്നെനിക്ക് വളരെ നിർബന്ധമുണ്ട്. കാരണം ഞാൻ അപ്രകാരം എന്നെ തന്നെ കാത്തു സൂക്ഷിച്ചവനാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. അതെൻ്റെ കടമയാണ്. ആരുടെയും ഡോർമാറ്റായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാനാണ് മനുഷ്യനെ ദൈവം വിഭാവന ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവം അത് ചുമ്മാതെ പറയുന്ന പാഴ്വാക്കുകളല്ല, അതിനർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാനുള്ള കടമ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പള്ളിയുടെ അംഗമായതുകൊണ്ട് ആർക്കും എൻ്റെ നേരെ കുതിര കയറാം, അത് സഹിക്കാം. അത് സഹിച്ചാൽ ആർക്കെങ്കിലും പ്രയോജനം വരുമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അത് വെറും അടിമകളായി പിറക്കാൻ മാത്രം ജീവിക്കാൻ മാത്രം താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ വെള്ളപൂശാനായിട്ട് ഉപയോഗിക്കുന്ന പാഴ്വാക്കുകളാണ്. അങ്ങനെ ആരും ഒന്നും സഹിക്കേണ്ട കാര്യമില്ല.
അങ്ങനെ സഹിക്കുന്നതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ അപകടത്തെയും അപമാനത്തെയും അധപ്പതനത്തെയും വിളിച്ചു വരുത്തും. ഇത് ഈ സഭയിലെ ആളുകൾ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നതിൽ കൊള്ളായിരുന്നു. കുറഞ്ഞ പക്ഷം യേശു ക്രിസ്തു വിഭാവന ചെയ്ത സഭ എന്താണ് എന്ന് അന്വേഷിക്കാനെങ്കിലും ആളുകൾ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ ഞാൻ അവരുടെ കൂടെ എക്കാലത്തും നടക്കാൻ തയ്യാറാണ്, എക്കാലത്തും. പക്ഷെ അതുപോലും ഇല്ലാതെ, ഒരു സൺഡേ ക്ലബിൻ്റെ സ്റ്റാറ്റസ് പോലും ഇല്ലാതെ, കിടക്കുന്ന പൈസയും കൊടുത്ത് വല്ലവൻ്റെ തുപ്പും ചവിട്ടും കൊണ്ട് നിൽക്കുക, അതാണ്ട് സഭയാണെന്ന് പറഞ്ഞാൽ ആ ചവ എനിക്ക് വേണ്ട എന്നത് ഞാൻ അന്ന് തീരുമാനിച്ചത്. ഇന്ന് 10 ഇരട്ടി കൂടുതൽ ധൈര്യമായി ഞാൻ പറയുന്നു, ആ ചവ എനിക്ക് വേണ്ട. ഏവർക്കും നമസ്കാരം.